എന്ത് വഴിപാട് നടത്തിയിട്ടും കാര്യമില്ല. അവനവനും കൂടി താല്പര്യം ഉണ്ടാവണം. എന്നിട്ടും അനന്തേട്ടന്റെ പേരിൽ ഞാനൊരു മൃത്യുഞ്ജയ ഹോമം നടത്തി. ഇനി പേടിയുണ്ടാണെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതി. പേടിയും കോപ്പൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു കൊട്ടാരത്തിന്റെ ചുമതലയൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുക്കാന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാ സുഗന്ധി. റിസ്ക് എടുത്തിട്ടുള്ളവരെ ലൈഫ് വിൻ ചെയ്തിട്ടുള്ളൂ. എന്നും ഒത്തുതീർപ്പും കരാട്ടയും കളരിയായിട്ട് നടന്നാ മതിയോ? അപ്പൊ കുരിശ് എന്റെ തലയെ കെട്ടി വെക്കണമെന്നാണ് നീ പറയുന്നത്? എത്ര പേരെ വെറുപ്പിച്ചിട്ടാ അനന്തേട്ടന് വേണ്ടി ശരിയാക്കിയെന്നറിയോ? അതിനുവേണ്ടി അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടെന്നറിയാമോ? നിന്റെ അച്ഛന്റെ ബുദ്ധിമുട്ട് മാങ്ങാ തൊലി എന്താ പഴത്തൊലി കളയട്ടെ എന്ന്. അനന്തേട്ടൻ നാലാള് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനത്തെത്തിയ എനിക്കും അതൊരു അഭിമാനമല്ലേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ റെഡി. ഇതാ താക്കോൽ. പേടിക്കാതെ ധൈര്യമായിട്ട് മേടിച്ചോളൂ, ഞാനില്ലേ കൂടെ. കോടതി മുദ്ര വയ്ക്കുന്നതിന് മുമ്പുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റായത്. ഒത്തു നോക്കിക്കോളൂ. 10-200 കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായിരുന്നു. 2 കൊലപാതകം വേറെയും. അതുകൊണ്ടൊരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ. മെല്ലെ. എടോ കോന്തം വക്കീലെ, വീണത് താനല്ല, ഞാനാ. വെറും വീഴ്ചയല്ല, മൂക്കും കുത്തിയാ വീണത്. കൊട്ടാരം ഭരിക്കാൻ കിരീടവും ചെങ്കോലും ഒരുക്കിയിരുന്നതാ. എന്നിട്ടിപ്പോ എന്തായി? ആ നാരായണക്കുറുപ്പ് അനന്തരവന് വേണ്ടി ഇത്രയും മൂളി പിടിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട കൊട്ടാരത്തിലാ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ചെക്കൻ കയറി ഭരിക്കണത്. എന്തോന്ന് ഭരിക്കാൻ? ഭൂതപ്രേത പിശാചുകളുടെ ആവാസ കേന്ദ്രം അവിടം. അവിടെ മനസ്സമാധാനത്തോടെ ഭരിക്കണമെങ്കിലേ കുറച്ച് ചങ്കൂറ്റം വേണം. അതല്ല, ഇനി അവരുടെ ഭരണം തുടരാനാണ് പ്ലാനെങ്കിൽ വാർമ വിഷമിക്കണ്ട. ഇന്നേ 7-ന്റെ അന്ന് ആ കേസില്ലാ വക്കീലിനെയും ഗുമസ്തനെയും അവിടുന്ന് ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വർമ്മയോർത്തിട്ട് മാത്രമല്ല, ഞാൻ സ്വപ്നം കണ്ട സിംഹാസനത്തിലാവൻ കയറിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശങ്കരനാരായണ മോണയല്ലെന്ന് അവൻ അറിയും. തീക്കൂനയ്ക്ക് മുന്നിൽ തീക്കൊള്ളിക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. അനന്ത, ചെലങ്കേട്ട ശബ്ദം. കോപ്പ് താക്കോല ആണോ? അനന്ത, എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാ. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് തന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച നീയല്ലേ? എന്നിട്ടിപ്പോ അയ്യോ, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തി മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ച് തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോണം. കഴിഞ്ഞോളാം. ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം. എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. തീരുമാനിച്ചു.
പ്രേതം പ്രേതം എവിടെ? പറമ്പിൽ കക്കൂസിന്റെ പുറകില് വെള്ള സാരി ഉടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നിഴലിനെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി ഉടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്. ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനും ഉണ്ടായിരുന്നു. ഭാര്യയെ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി, പുക, പാട്ട്, നമ്മൾ രണ്ടും കട്ട പുക. ദേ സാങ്, പാട്ട്. എവിടാ? ദോ അവിടെ. എവിടെന്ന്? ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി വഴിയുണ്ടായിരുന്നോ? ഓ, ത്വരങ്കം. ഉറുമീസേ, ഇതെവിടെ പോയി? ഇതാണ് വഴി. ഇതിലൊരു 3 എണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉറുമീസേ, നീ പറഞ്ഞത് നേരാ. 2 എണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും. അതല്ലേ ഇതിന്റെ ഒരു ഗുണം. ഉറുമീസേ, കസേര തനി ആടുവോ? ഒരിക്കലുമില്ല. പ്രേതം കസേര കയറിയിരുന്ന് ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയിലല്ല ഇദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് ആടും. ആരാണ് ആദ്യം പ്രേതത്തെ കണ്ടത്? ഞാനാ കണ്ടത്. ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. എന്നാൽ അവിടെ ഇരിക്കൂ. ആദ്യം കണ്ട ആള് മാത്രം ഇരിക്കട്ടെ. ചിരിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഓ, ഇറങ്ങി വാടി. ഞാൻ എടിയല്ലേ, എടായാണ്. ഇറങ്ങ്. എങ്ങോട്ട് ഇറങ്ങാൻ? പോകൂ, പോകൂ, പോകൂ. വക്കീലെത്തിയോ? ഞാൻ കണ്ടിട്ടില്ല. ഇവൻ മാത്രമാണ് കണ്ടത്. പോകൂ. ആദ്യം കണ്ടത് അബദ്ധമായോ? പിടിക്കൂ അവനെ. അനന്താ, അവനെ എന്നെ ഒന്ന് പിടിക്കൂ. രക്ഷിക്ക്. പിടിച്ചു നിർത്ത്. എന്നെ പിടിക്കരുത്. ഈ ബാധയെ പിടിച്ചു നിർത്ത്. ഓ, ഓ, വിടണേ, വിടണേ. പോകൂ, പോകൂ, പോകൂ. എങ്ങോട്ട് പോകാൻ? പാലമരത്തിലേക്ക് പോകൂ. ഞാൻ പാലായിക്ക് പൊക്കോളാം. അത് പോരാ, എന്നാ ഭരണിക്കാനത്തോട്ട് പോ. പാലമരത്തിലേക്ക് തന്നെ പോണം. മരത്തിൽ കയറാൻ തളപ്പില്ല. വാ. പോകൂ, മുണ്ട് എന്റെ മുണ്ട് കഴിഞ്ഞ്. പോകൂ, വിടുമന്ത്രം. പോകൂ. പാലമരത്തിലേക്ക് തന്നെ പോ. അതെന്റെ തന്തയോട് പറ. നിന്നെ ഞാൻ തളയ്ക്കൂടി. ഓ, എന്റെ കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? ബാധ പോകുന്നുണ്ടോ? ബോധം പോകുന്നുണ്ട്. അതെ, ഇപ്പൊ പോയി. പള്ളിയിൽ അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചാ മതി എന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഓ, അവന്റെ ഒടുക്കത്തെ അടി. ഇദ്ദേഹം ഒരു പേരുകേട്ട ഒത്തീർപ്പ് വക്കീലല്ലേ? ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസേ. അയ്യോ, 101 അടിയടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോകുന്നു പറഞ്ഞിട്ട് അവന്മാര് 98 അടിച്ചുള്ളൂ. ആഹാ, അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ? പിന്നെ എന്നാതെ പൂജയ്ക്കെന്നും പറഞ്ഞ് ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ. നക്കി തരം പറയാതെ എന്റെ അനന്ത. എത്ര പോയാലെന്താ, ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ? ആണോ? ആ. പക്ഷെ ഒരു സംശയം. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്ത് കിടക്കാവുന്ന. എന്നാ എരുമയുടെ പുറത്തോ പോത്തിന്റെ പുറത്തോ പോയി കയറി കിടന്ന് ഉറങ്ങണം മാപ്പിളെ. സപ്രപഞ്ച കട്ടിലിൽ കിടന്ന് കൊതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ. പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ? എന്ന് വെച്ചാരെങ്കിലും പന എന്നോടോ? പനയല്ല, പട്ടിയെ വരെ തിരുന്നൊരുത്തിന് എനിക്കറിയാം. അതാരാ? പറയില്ല, പക്ഷെ തുപ്പിക്കാണിക്കാം. വാസ്കോടിയാമ വെറും വാസ്തവനാക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായിലെ ചത്തുപോയ ചാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു. ശവം. എന്നാ കേട്ടോ,
വീണ്ടും കേട്ടു